ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ദിവാലി. അപ്പോൾ ഇന്ന് ദിവാലി സ്പെഷ്യൽ നമ്മളൊരു വീഡിയോ നമ്മൾ കുറച്ച് മധുരം ഉണ്ടാക്കുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് തെരളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വായനയിലേക്ക് പിച്ചി. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. പിന്നെ നമ്മുടെ തോട്ടത്തിൽ പോയി നമ്മൾ വേണലൊക്കെ പിച്ചിക്കൊണ്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ പൂവിൻ്റെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ അമ്മൂമ്മയുടെ തോട്ടത്തിലുള്ള നമ്മുടെ കൃഷിയിൽ ഉള്ള കുറേ വഴുതനങ്ങ, നമ്മുടെ മുളകുകൾ വഴുതനങ്ങ, ഇതൊക്കെ നമ്മുടെ ഗ്രാൻഡ് മാസ് തോട്ടത്തിലുള്ള കുറേ കാര്യങ്ങളായിട്ട്. ഇത് നമ്മുടെ വെള്ളക്കാന്താരി അങ്ങനെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കണ്ടത്. എൻ്റെ അമ്മച്ചി പറഞ്ഞായിരുന്നു ഈ വെള്ളക്കാന്താരിയൊക്കെ ഇങ്ങനത്തെ കാന്താരിയൊക്കെ ഉണ്ടെന്ന്. പിന്നെ നമുക്ക് വേണ്ട നമ്മൾ ശർക്കര നമ്മുടെ തിരളി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശർക്കര നമ്മൾ അരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് ഇടും കേട്ടോ ഗൈസ്. അമ്മച്ചി അരിയുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കരാട്ടയുടെ ഒരു ടെസ്റ്റിന് വേണ്ടി പോയേക്കുമായിരുന്നു. ഞാൻ വന്നപ്പം 12 മണിയായി കേട്ടോ. നല്ല ക്ഷീണത്തിലാണ് വന്നത്. അപ്പോഴത്തേ നമുക്ക് വേണ്ട ആ ശർക്കരയെല്ലാം നല്ല കുനുകുന അരിഞ്ഞ് ഒരു പാത്രത്തോട്ട് ഇടുവാണേ. പിന്നെ ഗൈസ് നമുക്ക് വേണ്ടതേ നമ്മുടെ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിലിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണേ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ശർക്കര പാനി നമ്മളിവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. നല്ലവർക്ക് ഇളക്കി നല്ല ശർക്കര പാനി നമുക്ക് റെഡി ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയും നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടെ ഒരു ഉരുളിയിലോട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ശർക്കര പാനി ഒഴിച്ച് നല്ല വൃത്തിക്ക് ഇളക്കി നല്ല ഒരു കുഴമ്പ് പരുവത്തിലാക്കണം. സ്ലൈമിനെ കാട്ടി കുറച്ച് തിക്നെസ് കൂടിയ ഒരു ടെക്സ്റ്ററിലോട്ട് നമ്മുടെ ഈ ശർക്കര പാനിയും അരിപ്പൊടിയും ഗോതമ്പൊടിയും മിക്സാക്കിയ ഇതിലോട്ട് നമ്മളിതിനെ മാറ്റിയെടുക്കണം. ഇളക്കി ഒരു പരുവമായി. അങ്ങനെ നമ്മുടെ ഇളക്കൽ ഏകദേശമൊക്കെ ഹാഫ് വേ കഴിഞ്ഞു. പിന്നെ അതിലോട്ട് നമ്മൾ ചിരകി വെച്ച നമ്മുടെ തേങ്ങ ചിരകി വെച്ചതും കൂടെ ഇട്ട് ഇളക്കി. അയ്യോ, ഒന്നൊന്നര ഇളക്കെന്ന് വെച്ചാൽ ഒന്നൊന്നര ഇളക്ക്. പിന്നെ സമയം കൂടുതലാണ് നമ്മളിത് ഇങ്ങനെ സ്പീഡിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ പഴവും എടുത്ത് 5-6 പിച്ചി പറിച്ച് അതിന് നെഞ്ചെല്ലാം കീറി ഉള്ളിൽ നിന്ന് പിച്ചി പറിച്ച് പുറത്തെടുത്ത് എന്നിട്ട് അതിൻ്റെ തൊലിയും കളഞ്ഞ് അതിനെ മുഴുവൻ കാളാക്കിയിട്ട് നമ്മുടെ മിക്സിയോട്ടെടുത്തങ്ങ് വെച്ച് കുരിയോടെടുത്തങ്ങ് ഇട്ടിട്ട് അതിൽ നല്ല വൃത്തിക്ക് ഇളക്കി പിടിച്ച് ഒന്നൊന്നര ഇളക്കി പിന്നെ ഇളക്കണം. പാവപ്പഴങ്ങൾ ചത്തുപോയി, എന്ത് ചെയ്യാനാ. അങ്ങനെ പിന്നെ നല്ല വൃത്തിക്ക് നല്ല മിക്സ് ഇളക്കി നമ്മൾ നേരത്തെ നമ്മളെ പൊറോട്ട മാവ് കുഴയ്ക്കുന്ന കൂട്ട് കുഴച്ചുകൊണ്ടേയിരിക്കുക. നിർത്തല്, കൈ വേദനിച്ചാലും നിർത്തല്. അങ്ങ് ഇളക്കുക കുഴയ്ക്കുക തിരിച്ചിടുക കുഴയ്ക്കുക. ഇത് തന്നെയാണ് നമുക്ക് അരമണിക്കൂറത്തേക്ക് ഇത് തന്നെ ചെയ്യണം. എന്നിട്ടങ്ങ് അടച്ചങ്ങ് വെക്കുക. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് തുണി വേണമല്ലോ. തുണി ഇല്ലാതെ എടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ വയനയില എടുത്തിട്ട് നമ്മുടെ മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് അങ്ങ് വാനിലേക്ക് അതോട്ട് 2 ഉരുളയാക്കി വെച്ച് പൊതിഞ്ഞ് എടുത്തങ്ങ് വെക്കുക. സ്റ്റീം കുക്കറിൽ കയറ്റണ്ടേ ഇല്ലയോ. ചെറുക്കനൊന്ന് സെറ്റാവട്ടെ. ചെറുക്കൻ എല്ലും തോലുമായിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഒന്ന് കട്ടിയാവട്ടെ ചെറുക്കൻ. എല്ലാം നമ്മൾ റോളാക്കി നമ്മുടെ വാനിലയ്ക്കകത്ത് പൊതിഞ്ഞ് അങ്ങ് എടുത്തങ്ങ് വെക്കുക. ഗുയ്സ്, എൻ്റെ ഹാഫ് ഇയർലി എക്സാം മറ്റന്നാളാണ്. എല്ലാവരും എനിക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെയൊക്കെ ഒരു കുഞ്ഞ് യൂട്യൂബറല്ലേ.
ഗുയിസ് അങ്ങനെ നമ്മുടെ അവസാനത്തെ വയണയിലേയും നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ പൊതിഞ്ഞ് കെട്ടി സെറ്റാക്കി അങ്ങ് വെച്ച്. സോറി, അതിന് അവസാനത്തെ ലാസ്റ്റ്. ഇത് ലാസ്റ്റ് മണ അടച്ചിട്ടതേ നമ്മൾ പുഴുങ്ങാൻ വേണ്ടി എടുത്തങ്ങ് വെച്ച്. ഈ സമയം കൊണ്ട് ഞാൻ ട്യൂഷനും പോയിട്ട് തിരിച്ച് വന്നായിരുന്നു. കരാട്ടയ്ക്കും പോയി ട്യൂഷനും പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സാധനം റെഡിയായി. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ടെസ്റ്റിംഗ് ടൈം. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് നല്ല മധുരമുള്ള തെരളി എടുത്ത് നല്ല ചൂടുള്ള ചായയും കഴിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഗോയ്സ്, ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സ്ക്രോൾ ചെയ്യാതെ കാണുക. അപ്പം സൂപ്പർ തെളിന്ന് വെച്ചാൽ അടിപൊളി തെളി. നിങ്ങൾ മസ്റ്റ് ട്രൈ സാധനം കേട്ടോ. മസ്റ്റ് ട്രൈ എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ. കൂട്ടത്തിൽ നമ്മുടെ മെയിൻ ടെസ്റ്റർ നമ്മുടെ അമ്മൂമ്മയൊക്കെ വിളിച്ചായിരുന്നു. അമ്മൂമ്മയും മറന്ന പോലല്ല, അപ്പം എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കളിക്കാൻ. പിന്നെ നമ്മൾ നമ്മുടെ ഫുട്ബോൾ കളി അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫുട്ബോൾ കളി തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത്. അപ്പം ബൈ ഗൈസ്.